ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി കഥ മുഴുവൻ മാറുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ദ്രനെ നന്നാക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ ഇന്ദ്രനും പല്ലവിയും ഒന്നിക്കുമോ എന്നുള്ളതൊക്കെ ഒരു വമ്പൻ ട്വിസ്റ്റ് ആയിട്ട് തന്നെ വരികയാണ്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവും ഋതുവിനെയാണ്. അപ്പൊ സേതുവും ഋതുവും ഇങ്ങനെ പരസ്പരം സംസാരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും ചെളിവാരി എറിയുക എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഓ, കണ്ടാ സേതുവേട്ടനെ മോഹൻലാലിനെ പോലെയാന്നൊക്കെ പറഞ്ഞില്ലേ, ഫാൻസുകാരെ കണ്ടാ നിനക്കിട്ട് തല്ലി ഇട്ടു കേട്ടോ ഋതു എന്നൊക്കെ ഇങ്ങനെ ചിരിച്ചോണ്ട് എന്നാണ് നമ്മുടെ ഋതുവിനോട് പറയണത്. അപ്പൊ ഋതു അങ്ങനെ തന്നെ, ഓ ആയിക്കോട്ടെ, നിങ്ങളെ തല്ലി കൊല്ലട്ടെ അവര് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നാ ശരി, ആയിക്കോട്ടെ, ശരി എന്നാ സേതുവേട്ട ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവള് അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ അത് കഴിഞ്ഞ് കയറിപ്പോയി. പിന്നെ കാണുന്നത് നമ്മുടെ പൂർണിമാവേന്റെ അടുത്ത് കുറുപ്പവാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കുറുപ്പവാനോട്, അതെ, എല്ലാത്തിനും കൂടെ ഉണ്ടായിരിക്കണം. സത്യം പറയാലോ, ഇത്രയും വേഗം സേതു എല്ലാവരുമായിട്ട് ഇത്രയും അടുത്തു പോകുന്ന അല്ലെങ്കിൽ ഇത്രയും അടുപ്പത്തിലാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സത്യ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ മാധവൻ മരിച്ചപ്പോഴ ഈ കുടുംബം അനാഥമായി പോയി എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. സങ്കടമായിരുന്നു എനിക്കത്. പക്ഷെ ഇപ്പൊ എനിക്ക് അതില്ലാട്ടോ എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും സേതു നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവനായില്ലേ? അതെ, ശരിയാ പറഞ്ഞത്. അവൻ ഞങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടവനായി തന്നെ മാറി എന്റെ കുറുപ്പേട്ട എന്ന് ഇങ്ങനെ പൂർണിമാമയും പറഞ്ഞു. അപ്പൊ പൂർണിമാമ പറയാണ്, അതെ, കല്യാണം വരുന്നത് എന്റെ മോൻ തന്നെയുള്ളൂ. ഒരു കൂട്ടിന് എപ്പോഴും കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ സഹായത്തിനും ഞാനും ഉണ്ടാവും പൂർണിമ എന്ന് പറഞ്ഞിട്ട് കുറുപ്പമാവൻ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സേതുവിടെ കാർ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കാർ കഴിച്ചപ്പോഴത്തേനും സേതു എന്ന് വിളിച്ചു. ആ, കുറുപ്പമാവ എന്ന് വിളിച്ചു കേട്ടോ. ബിസിനസ് രംഗത്തെ ശത്രുക്കൾ മുഴുവൻ പറഞ്ഞു പരത്തിയത് എന്താണെന്നറിയോ സേതുവിന്? പൂർണിമ ടെക്സ്റ്റൈൽസിന് ഇനി അധികം ആയുസില്ല എന്ന എല്ലാവരും പറഞ്ഞത്. അവരോട് ഞാനെന്ന് പറഞ്ഞത് ഒന്നും സംഭവിക്കില്ല എന്നായിരുന്നു. നമ്മുടെ തകർച്ച സ്വപ്നം കാണുന്നവരൊക്കെ നിരാശപ്പെടുമെന്നാ ഞാൻ പറഞ്ഞത്. അന്ന് പറയുമ്പോ എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഈ കുടുംബം രക്ഷിക്കപ്പെടുമെന്നും ഒന്നും എന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചോണ്ട് തന്നെയാണ് നീ ഇപ്പൊ എന്നെ വിജയിച്ചു നിൽക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നീ പൂർണിമയുടെ മോനാ. ഇപ്പൊ അച്ചുവിന്റെ അടക്കം എല്ലാവരുടെ ഏട്ടനാ. ഈ വീടിന്റെ നായകനാ. അത് മതി സേതു, അത് മാത്രം മതി. ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. ഇതിനാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞു കുറുപ്പമാവൻ. ഇനി എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാം, പൂർണിമ ടെക്സ്റ്റൈൽസ് ഇനി വളരാൻ പോവാണെന്ന് എനിക്ക് പറയാം. മാധവ മേനോനെ പോയിട്ടുള്ളോ, മകൻ സേതു മാധവൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നും പറയാം. സന്തോഷമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി. നിനക്ക് അഭിമാനിക്കാം. ഒരു മകന്റെ കടമ ചെയ്തതിന് അമ്മയും അച്ഛവും സ്നേഹം കാണിക്കുന്നുണ്ട് കുറുപ്പമാവ. പക്ഷെ ഋതുവും സ്വാതിയും ഇപ്പൊ അകത്ത് കണ്ടതൊന്നും വലിയ കാര്യമായിട്ട് ഏറ്റെടുക്കണ്ട. അതൊക്കെ വലിയ അമ്മയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള അഭിനയം മാത്രമാണത്. അതുകൊണ്ട് അതങ്ങനെ കുറുപ്പമാവൻ വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞു. അവർക്ക് എന്നെ തീരെ ഇഷ്ടമില്ല, അവർക്ക് തീരെ ബോധിച്ചിട്ടുമില്ല. അതൊക്കെ മാറും സേതു. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കല്യാണത്തോടെ ഈ വീടിന്റെ ഹീറോ ആന പോകുന്നത്. ഹീറോ അല്ല, സീറോയാ. അങ്ങനെയാ ഋതു പറഞ്ഞത്. ആ എടാ, സീറോയുടെ ഇപ്പുറത്ത് ഒന്ന് വന്നാൽ എന്തായിരിക്കും സംഖ്യ എന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? എടാ, അവരുടെ ഒക്കെ മനസ്സ് മാറും. അതിനി അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ലടാ, നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് കുറുപ്പമാവനൊരു ആശ്വാസമൊക്കെ പറഞ്ഞ് സേതുവിനെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ നമ്മൾ കാണുന്നത് പല്ലവിനെയാണ്. അപ്പൊ പല്ലവി കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പാറു അങ്ങോട്ടേക്ക് വന്നു. ചേച്ചി നേരത്തെ എത്തിയോ എന്ന് ചോദിച്ചു. ആ, നീ ഇപ്പൊ പങ്ക്ച്വലല്ല, നേരത്തെ തിരക്കൊണ്ടായിരിക്കും അല്ലേ പാറു? അല്ല, ശരിക്കും പറഞ്ഞാലേ ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകി, അതുകൊണ്ടാ. നിനക്ക് നമ്മുടെ അമ്മയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ പാറു എന്ന് ചോദിച്ചു പാറുവിനോട് നമ്മുടെ പല്ലവി. അപ്പൊ പല്ലവി, അല്ല, പഠിപ്പില്ല, വിദ്യാഭ്യാസം കുറവാണ്, പിന്നെ അതിനുള്ള വിവരവും ഇല്ല എന്നാണോ? അങ്ങനെയാണോ നീ വിചാരിച്ചു വെച്ചത്? അമ്മ ഓരോന്ന് വെറുതെ സംശയിക്കുക, അതൊന്നും ശരിയല്ല. വിശ്വജിത്ത് ആരാണെന്ന് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാ സ്വന്തം അനിയത്തിയായിട്ടും നിന്നെ പുറത്തു വെച്ച് കാണേണ്ടി വരുന്നത്? അതിന്റെ കാരണം ഞാൻ പറയണോ പാറു? സംശയിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. അമ്മയ്ക്ക് അവകാശമുണ്ട്. അവരെടുത്ത തീരുമാനം തെറ്റിപ്പോയതിന്റെ ദുരന്തം ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ അമ്മയെ എന്തിന്റെ പേരായാലും സങ്കടപ്പെടുത്തരുത് ചേച്ചി. വിശ്വജിത്ത് എന്റെ ഒരു സുഹൃത്ത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവുമില്ല.
അതിന് കഴിയുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് മാത്രമല്ല എനിക്കുമുണ്ട് സങ്കടം. ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയി പോയതില്. അങ്ങനെ അതിന് കാരണക്കാരനായ ഒരാളുടെ അനിയനെ എങ്ങനെ നിർത്തണം, എവിടെ നിർത്തണം എന്നറിയാത്ത ഒരു പൊട്ടിയായിട്ടാണോ ചേച്ചി എന്നെ കണ്ടിരിക്കണത്? എന്താ നിങ്ങൾ അങ്ങനെയാണോ കരുതുന്നത്? മോളെ, ഈ ബന്ധങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കണത് പോലെ ഒന്നും അതായിത്തീരണം എന്നില്ല. നമ്മൾ പിടിക്കുന്നിടത്ത് നമ്മുടെ മനസ്സ് നിൽക്കും എന്ന് വിചാരിക്കുന്നത് അതിൽ പരം അബദ്ധം വേറെയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് നീ പോലും അറിയാതെ നിന്റെ മനസ്സിന്റെ ഒരു പിടിവിട്ടാൽ അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ വീടിനുണ്ടാവുമോ? ചേച്ചിക്ക് എന്നെ സംശയമുണ്ടോ? ഇന്ദ്രൻ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. അയാളെ പോലെ ആയിരിക്കും അയാളുടെ അനിയൻ എന്ന് പറയാൻ ഞാൻ ആളല്ല എന്നും എനിക്കറിയാം. പക്ഷേ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക തന്നെ ചെയ്യണം. എന്നെ തോൽപ്പിക്കാൻ എന്ത് കളിയും കളിക്കാൻ ഇന്ദ്രൻ തയ്യാറാവും. അയാൾ കളിക്കുന്ന കളിയിലെ ഒരു കരു അതാണോ വിശ്വജിത്തെന്ന് ഞാൻ സംശയിച്ചാൽ എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നിനക്ക് എന്ന് ചോദിച്ചു. എനിക്കിപ്പൊ പേടിയാ മോളെ, സത്യം. എനിക്ക് എല്ലാരെയും സംശയമാ, പിന്നെ എല്ലാരെയും പേടിയുമാണ് ആ വീട്ടിലുള്ളവരെ. അതുകൊണ്ടാ അമ്മ വന്ന് പറഞ്ഞപ്പോ നിന്നെ കാണണം എന്ന് ഞാൻ വിചാരിച്ചത്. ഇനി ഒരു ദുഃഖം നീയായിട്ട് അമ്മയ്ക്ക് ഉണ്ടാക്കി വെക്കരുത്. ഞാനിപ്പൊ എന്താ ചെയ്യേണ്ടത്? വിശ്വജിത്തുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിക്കാം. ശരി, എല്ലാം അവസാനിപ്പിക്കാം. പക്ഷെ തോറ്റു പോകുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കും. എനിക്ക് എന്നെ കുറിച്ചുള്ള മതിപ്പ് അതോടെ ഇല്ലാതാകും എന്നതാ സത്യം. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്ത ഞാനാണ് എങ്കിൽ ഞാൻ എങ്ങനെയാ ചേച്ചി ഈ സമൂഹത്തെ ഫേസ് ചെയ്യുന്നത്? പറയാ, ചേച്ചി പേടിക്കുന്നത് പോലെയോ നമ്മ സംശയിക്കുന്നത് പോലെയോ ഒരിക്കലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരില്ല. ഇത് എന്റെ ഉറപ്പാണ്. പണ്ട് ഞാൻ ചേച്ചിക്ക് തരുന്ന ഒരു ഉറപ്പ് എന്ന് കൂട്ടിയാൽ മതി. എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ എന്റെ ചേച്ചി. എന്നെ ഒന്ന് വിശ്വസിക്കണം. ഒരിക്കലും ഞാൻ കാരണം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കാം. നീ തരുന്ന ആ ഉറപ്പ് നിനക്ക് പാലിക്കാൻ പറ്റട്ടെ പാറു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനുള്ള ശക്തി നിനക്ക് തരും എന്ന് പറഞ്ഞ എന്നാലേ നീ മോള് പൊക്കോ. ചേച്ചി പോന്നില്ലേ? ഞാൻ പൊയ്ക്കോളാം. നീ ഒരു കാര്യം ചെയ്യ, നീ ചെല്ല. ലേറ്റ് ആവണ്ട, അച്ഛനും അമ്മയും വെറുതെ ടെൻഷൻ ആവും. ചെല്ല എന്ന് പറഞ്ഞ് പാറുവിനെ പറഞ്ഞു വിട്ടിട്ട് പല്ലവി കടൽക്കരയിൽ കുറച്ച് കാറ്റൊക്കെ കണ്ട് ആള് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കാണ്. കാണുന്ന ഇന്ദ്രപ്രസ്ഥത്തിലാണ്. അപ്പൊ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുതിയൊരു അതിഥി എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ഇന്ദ്രന്റെ അച്ചമ്മയാണ് കേട്ടോ, അംബിക. അപ്പം ആള് അങ്ങോട്ടേക്ക് കേറി വരികയാണ്. ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ രാജലക്ഷ്മിയുടെ കണ്ണ് ബുൾസ പോലെ തള്ളിപ്പോയി. ആളാകെ വരണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ വേഗം ചെന്നിട്ട്, അമ്മേ, ഇതാരാ വന്നിരിക്കുന്നത്? അമ്മ എന്തമ്മേ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്നത്? ഓ, എന്റെ വീട്ടിൽ വരാൻ സമയവും കാലവും ഒക്കെ നോക്കണോ ഞാന്? എനിക്ക് തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. ആരടി ചോദിക്കാൻ? അയ്യോ, അങ്ങനെയല്ല. കുറച്ചു കാലായിട്ട് ഒരു വിവരം ഇല്ലായിരുന്നല്ലോ. കുറച്ചു കാലായിട്ടല്ല, ജനിച്ചപ്പോ തൊട്ട് നിനക്ക് വിവരമില്ല. അതൊരു സത്യം തന്നെയാണ്. വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതെ, പഴയ കണക്കുകൾ തീർക്കാനും പുതിയത് ചിലത് തുടങ്ങി വെക്കാനുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോ കയ്യം കെട്ടി നോക്കി നിൽക്കാൻ ഈ അമ്പിയയ്ക്ക് കഴിയില്ല. ഇടപെട്ട് ഞാൻ ശരിയാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ ആ കാറുകാരനെ പറഞ്ഞു വിടാം. പുറകിലത്തെ സീറ്റിൽ എന്റെ ബാഗുണ്ട്, അത് കൊടുത്തുകൊണ്ട് മുകളിൽ വെക്കണം, മനസ്സിലായോ? പിന്നെ ബാഗിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടരുത്. അയ്യേ, അല്ല, നീയാണല്ലോ ആള്. എന്തെങ്കിലും എടുക്കണമെന്ന് തോന്നിയാലോ? അയ്യേ, ഞാൻ അങ്ങനെ ചെയ്യൂ അമ്മേ? പറയാൻ പറ്റില്ല, ചെയ്യും. നീയേ ചെയ്യൂ, അതാ നിന്റെ ഒരു ശീലമേ. അത്രയ്ക്ക് കേമിയാണല്ലോ നീ എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം, ആദ്യം പറഞ്ഞ പണി തന്നെ ചെയ്യാം. ശരി. അപ്പൊ രാജലക്ഷ്മി നേരെ ചെന്നു. അപ്പൊ അമ്മയുടെ ബാഗ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ചെന്നിട്ട് ബാഗ് എടുക്കണം. സഹായിക്കണം മേഡം. അയ്യോ, എന്നിട്ട് വേണം അമ്മയുടെ വായിരിക്കുന്നത് മുഴുവൻ കേൾക്കാനായിട്ട്. അവരെ രാജവെമ്പാല കൊത്തിയാ പോലും ചാകുന്ന ആരാന്നറിയുവോ? അത് രാജവെമ്പാല. അത്രയ്ക്ക് വിഷമാ ആ സാധനത്തിന്. എന്റെ ദൈവമേ, ഇതിന്റെ ഒടുക്കത്തെ വെയിലാണല്ലോ. മൊത്തം തല കറുപ്പിക്കാനുള്ള ഡൈ ആയിരിക്കും. വയസ്സാം കാലത്ത് ഓരോന്ന് എന്തിന്റെ കേടാണോ ഈ തള്ളയ്ക്ക് എന്ന് ഓർത്ത് രാജലക്ഷ്മി ഇത് ഉന്തി തള്ളി ഇതേ പെരയ്ക്കകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ. അപ്പൊ നോക്കുമ്പോ കണ്ടില്ല, ആള് തന്നെ അവിടെ മാറി ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കാണ്. അമ്മേ, മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കണ്ടല്ലോ. അതിനു മുമ്പ് എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. ഇന്ദ്രന്റെ കല്യാണം എന്നെ അറിയിക്കാതിരുന്നത് അവന്റെ അച്ഛമ്മയല്ലേ?
അവന്റെ കല്യാണം കൊണ്ടുവന്ന് എനിക്ക് വലിയ ആഗ്രഹം. അത് പിന്നെ അമ്മ പെട്ടെന്നായിരുന്നല്ലോ കല്യാണം. ആ തിരക്കിനിടയിൽ അറിയാതെ പെട്ടുപോയതാ, അല്ലെങ്കിൽ വിട്ടുപോയതാ അമ്മേ, മനഃപൂർവ്വം അല്ല. എടി, സ്വന്തം ഭർത്താവിന്റെ അമ്മയെ മകന്റെ കല്യാണം വിളിക്കാൻ പോകുന്നതാണോടി നിന്റെ ഒക്കെ പാരമ്പര്യം? പറയടി, എന്താ? അല്ല, അതെങ്ങനെയാ? വന്ന് കാല് കുത്തിയില്ല, അപ്പോഴേക്കും നശിപ്പിച്ചില്ലേ ഈ കുടുംബം. പിന്നെ എങ്ങനെയാ ശരിയാകുക? അല്ലേ? പാവം എന്റെ മോൻ, നീ ഒരുത്തി കാരണമാ അവൻ ഈ ഗതി ഉണ്ടായത്. എന്നിട്ട് ഇന്ദ്രനെയും വിശ്വജിത്തിനെയും നീ നന്നായി വളർത്തിയോ? അതുമില്ല. എന്ത് കഷ്ടം! ഞാൻ ശല്യമാണെന്ന് കണ്ടപ്പോ തന്ത്രപൂർവം നീ എന്നെ വൃദ്ധസദനത്തിൽ നടത്തല്ലേ? അയ്യോ അമ്മേ, അത് ലക്ഷറീസ് ഉള്ള ഒരു വൃദ്ധസദനല്ലേ അമ്മേ? ലക്ഷറി എന്നെ കൊണ്ടൊന്നും കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ. പറഞ്ഞേക്കാം, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, മിണ്ടരുത്, പാട്ട് പാടരുത്, കൂട്ടം കൂടരുത്. ഹോ, ജയിലായിരുന്നു അവിടെ, ജയില്. പിന്നെ ഒരു കണക്കിനാ ഞാൻ അവിടുന്ന് ചാടിപ്പോന്നത്. ഇനി അങ്ങോട്ടേക്ക് ഒരു തിരിച്ചു പോക്ക് എന്താണേലും ഇല്ല. ഇനിയുള്ള കാലം ഞാൻ എവിടെയാ ജീവിക്കാൻ പോണത്? ഈശ്വരാ എന്ന് പറഞ്ഞ രാജലക്ഷ്മി ചങ്കത്ത് കൈവയ്ക്കാണ്. എന്താടി, നിനക്ക് വല്ല എതിരഭിപ്രായം ഉണ്ടോ? ഏയ്, എനിക്ക് സന്തോഷമുള്ളമ്മേ. അത് എനിക്കൊന്നുമില്ല. ഉണ്ടെങ്കിൽ എനിക്ക് പുല്ല. ഇതെന്റെ മോന്റെ വീടാ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള കാലം ഇഷ്ടമുള്ള വിധത്തിൽ ഞാൻ ജീവിക്കും, മനസ്സിലായോ? അതുകൊണ്ട് ഇനി നീ മിണ്ടണ്ട. അപ്പോഴാണ് ഇന്ദ്രൻ വരുന്നത്. ഹായ് കളവി എന്ന് വിളിച്ചോണ്ട. ഓ, അപ്പൊ ചിരിച്ചിട്ട് ഇവന്റെ ഇത് എപ്പോ എത്തി? കിളവി നിന്റെ എന്ന് പറഞ്ഞു. വെറുതെ അല്ല, നിന്റെ ശരിക്കും പറഞ്ഞാൽ ആദ്യ രാത്രി തന്നെ നെറുകന്തല അടിച്ചു പൊട്ടിച്ചിട്ട് അവള് പോയത്. ഗുരുത്തം എന്നോടാ, ഗുരുത്തം. അതെങ്ങനെയാ? മക്കൾക്ക് എന്തെങ്കിലും നല്ല ഗുണം ഉണ്ടാവണമെങ്കിൽ തള്ളക്ക് വേണ്ടേ? ഇവിടെ ഒരാക്കതില്ലല്ലോ. തൊന്തയ്ക്ക് ഉണ്ടായാലും മതി എന്ന് രാജലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു. ആ, വല്ല മൊഴിഞ്ഞോ? ഇല്ല. എന്റെ ഭാര്യ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുവരാനും എനിക്കറിയാം. ഡിവോഴ്സിന് കൊടുത്തു, പക്ഷെ കിട്ടിയോ? ഇല്ല, റിജക്റ്റഡ്. വോയ്? എന്തുകൊണ്ട്? ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, എന്റെ ഭാഗമായിരുന്നു ശരി. എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് വയസ്സായിട്ട് ഭൂമിക്ക് ഭാരമായിട്ടും ചാകാതെ നിൽക്കുന്ന അച്ചമ്മയ്ക്ക് അത് മനസ്സിലായില്ല. കഷ്ടം തന്നെ. ദേ, ഈ കൈ പിടിച്ച് ഞാൻ അങ്ങ് തിരിക്കട്ടെ എന്ന് ചോദിച്ച് വേദന എടുക്കും. പിന്നെ അപ്പൊ എന്റെ ഭാഗം മനസ്സിലാവും. ഡാ വിറ എന്ന് പറഞ്ഞു. അപ്പൊ ദേ, അപ്പൊ ഞാൻ കേട്ടതൊക്കെ ശരി തന്നെയാണ്. എനിക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്നാണോ? മെന്റലിസം അതെനിക്കുണ്ട്. ശരിക്കും ഭ്രാന്തുണ്ട്. അത് ഞാൻ വരുത്തി വെച്ചതാ. അത് ഞാനല്ല, നിങ്ങളെല്ലാവരോടെ കുറ്റപ്പെടുത്തിയും സഹതപിച്ചും. ആർക്ക് വേണം? റബ്ബിഷ്. ഇതേ പ്രോത്സാഹിപ്പിക്കണമായിരുന്നു, അനുഭവിക്കണമായിരുന്നു, ശരിക്കും അനുമോദിക്കണം. നിങ്ങളാ തെറ്റുകാര്, നോട്ട് മീ. ഞാനല്ല, മനസ്സിലായോ? അപ്പം എന്താണെങ്കിലും അമ്പിക്കുവിന്റെ അസുഖമൊക്കെ മനസ്സിലായിട്ടോ. അപ്പോഴാണ് നമ്മുടെ വിഷു അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛമ്മേ എന്ന് പറഞ്ഞ ആൾ ഓടി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. എന്നിട്ട് അച്ഛമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. മോനെ, എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങള് എന്ന് ചോദിച്ചോ. അച്ഛമ്മയ്ക്ക് എന്താ വിശേഷം? അത് പറ. ദേ കണ്ടോ, അവനോട് ഇടപെട്ടത് കണ്ടോ? അവനോട് സ്നേഹം, എന്നോട് വെറുപ്പ്. അത് വെറുത്താ ഒരുത്തൻ നന്നാവോ? സ്നേഹിക്കണം, സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ. അതാരും എനിക്ക് തരാറില്ല, ആരും എന്നെ സ്നേഹിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് നോക്ക് രാജലക്ഷ്മിനെ. എന്നിട്ട് വിശ്വം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ വിശ്വം നല്ല മോനാണ്. അപ്പൊ വിശ്വത്തിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പത്രത്തിന്റെ ചരമ പേജില് ദിവസവും കുറെ പടങ്ങൾ വരും. അതും വായിച്ചിരിക്കാതെ എങ്ങനെയെങ്കിലും അതിലൊരു പടം വരാനായിട്ട് പ്രാർത്ഥിക്കണ്ട അച്ഛമ്മേ. അതല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു നമ്മുടെ ഇന്ദ്രൻ. അപ്പൊ പതുക്കെ ആളെ എഴുന്നേറ്റിട്ടാ, നീ ഇത്ര പാവമായി പോയല്ലോടാ മോനെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അത് ഇത്രയും വലിയ ഗൗരവത്തിലെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതെ മോനെ, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം പരിഹരിച്ചിട്ടേ ഞാൻ അടങ്ങും എന്ന് പറഞ്ഞു. ദേ, നീ ധൈര്യമായിട്ടിരിക്കേ. നിനക്കൊരു സങ്കടം വന്നാ അത് എനിക്ക് സങ്കടം വന്നതുപോലെ തന്നെയാ. ഞാനുണ്ട് നിന്റെ ഒപ്പം. എന്തിനും തല്ലാനും വേണ്ടി വന്നാ കൊല്ലാനും. അങ്ങനെ പറ. ഇതാണ് എനിക്ക് വേണ്ടത്. ഈ ടോൺ വേണം, ഈ സ്പിരിറ്റ്. നിങ്ങൾ മരിക്കണ്ട കേട്ടോ, ചക്കയാട്ടോ അച്ഛമ്മേ. വേണം, എന്റെ കൂടെ തന്നെ വേണം കേട്ടോ. എപ്പോഴും ഏതു നേരവും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ സംസാരം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രനകത്തേക്ക് പോയി. ലക്ഷ്മി അടുത്തേക്ക് അമ്പിക ചെന്നിട്ട്, അതെ ഒരു കാര്യം പറയട്ടെ, ചിത്തഭ്രമം അതിന്റെ ലക്ഷണങ്ങളാ അവനിപ്പൊ കാണിച്ചത്.
അതിന്റെ കാരണക്കാരി അവനെയും കൂടി നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായി. ഞാൻ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തു എന്ന് ഇനി ഞാൻ പറഞ്ഞു തരണോ രാജലക്ഷ്മി? ലാളിച്ച് വഷളാക്കി, അതാ നീ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി എന്റെ ഈശ്വരാം, ഞാൻ ഇനി എങ്ങനെ അവനെ നന്നാക്കി എടുക്കും എന്നായിരുന്നു അംബികയുടെ സങ്കടം. എന്നിട്ട് ഓ എന്റെ ദൈവമേ, ഇത്രയും നാളുണ്ടായിരുന്ന സമാധാനം പോയി കിട്ടി, ആ തള്ളക്ക് വരാൻ കണ്ട സമയം എന്ന് പറഞ്ഞിങ്ങനെ തലയിൽ കൈവച്ച് നിൽക്കുകയാണ് രാജലക്ഷ്മി. അപ്പൊ നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു ആളിനെ ചെന്നിട്ട്, മോനെ ഇന്ദ്ര, അതെ നീ എന്തിനാടാ വിഷമിക്കുന്നത്? മോൻ വെറുതെ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ നിന്നെ ഞാൻ സഹായിക്കാം. ഓ അതിപ്പോ അച്ചമ്മ വിചാരിച്ചാലൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കഴിവുള്ള എല്ലാ കഴിവുള്ള ഞാൻ പോലും വിചാരിച്ചിട്ട് നടക്കുന്നില്ല, പിന്നെയല്ലേ അച്ചമ്മ. മോനെ ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോ വയസ്സ് എത്രയാന്ന് നിനക്കറിയോ? ഇത്രയും കാലത്തെ അനുഭവത്തിന്റെ ബലത്തിൽ നിന്നുകൊണ്ടാ ഈ ഞാൻ പറയണത്. അതുകൊണ്ട് അവളെ ഞാൻ നിനക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഭയങ്കര ഇഷ്ടമായി, വേഗം ചാടി എഴുന്നേറ്റു. ശരിക്കും നിന്റെ മനസ്സ് അച്ചമ്മയ്ക്ക് കാണാടാ, ഒരു പാവാ നീ. ശരിക്കും അങ്ങനെയുള്ള നീ സങ്കടപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അച്ചമ്മേ, സത്യം അച്ചമ്മേ പറഞ്ഞത്, എനിക്ക് ആരുമില്ല അച്ചമ്മേ. ശരിക്കും തനിച്ചാ ഞാന്. എല്ലാവർക്കും എന്തെങ്കിലും ഭയം, അല്ലെങ്കിൽ വെറുപ്പ്, അതും അല്ലെങ്കിൽ സഹതാപം, ഇതൊന്നും എനിക്ക് വേണ്ട അച്ചമ്മേ. പക്ഷെ എനിക്ക് വേണ്ടത് സ്നേഹത്തോടെ ആരും എന്നോടൊന്നും പെരുമാറിയിട്ട് പോലില്ല. ഞാൻ ഒരു മനുഷ്യനല്ലേ, ഞാൻ എന്ത് തെറ്റാച്ചമ്മ ചെയ്തത്? പറ. സ്നേഹിക്കപ്പെടണമെന്നും അംഗീകരിക്കപ്പെടണമെന്നും ഒക്കെ എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കില്ലേ? പറ അച്ചമ്മേ. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, എന്തിന്? അവളും എന്നെ ഒറ്റപ്പെടുത്തി. ഞാൻ എന്ത് തെറ്റ് ചെയ്തതാ? അച്ചമ്മ പറ. അതെ, എനിക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടണം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അതെന്റെ അവകാശമല്ലേ, ഒരു ഭർത്താവിന്റെ അവകാശം. എന്താ അതിനെങ്ങനെയാണോ അച്ചമ്മ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അവൾക്ക് വേറെ കാമുകനൊക്കെ ഉണ്ട് അച്ചമ്മേ. സത്യം, അവന്റെ വീട്ടിലാ ഇപ്പൊ അവള് പോലും താമസിക്കുന്നത്. എന്ത് ചെയ്യാനാ? അതൊക്കെ അച്ചമ്മൻ പൊളിച്ചടുക്കി തരാന്നേ. നിന്റെ ഭാര്യ ഇപ്പോഴും അവള് ഈ വീട്ടിലാ താമസിക്കേണ്ടത്. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. മോൻ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര സന്തോഷം. അവൾ ഇവിടെ തിരിച്ചു വന്ന അച്ചമ്മ പറയുന്ന എന്തും ഞാൻ ചെയ്യും. അമ്മയുടെ മോനാ, പിന്നെ അച്ചമ്മയാ എന്റെ അമ്മ. അപ്പൊ രാജലക്ഷ്മിയോ, അവരെ ഞാൻ ഇവിടുന്ന് ഓടിച്ച് ഞാൻ അച്ചമ്മ കടന്ന ആ വൃദ്ധസദനമില്ലേ, അവിടെ കൊണ്ടു ഞാൻ ആക്കും. അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അമ്പയ്ക്ക് ഭയങ്കര സന്തോഷം. അമ്പയെ ചിരിച്ചിട്ട്, അതൊരു നല്ല തീരുമാനാട്ടോ മോന്റേത് എന്ന് പറഞ്ഞു. ഏതായാലും അവളെ ഞാനൊന്ന് കാണട്ടെ, ആ പല്ലവിയെ. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ. അത് വേണോ അച്ചമ്മേ? അവളോ എല്ലാം നുണ പറയും എന്ന് പറഞ്ഞു. എടാ, അച്ചമ്മയുടെ മനസ്സ് മാറ്റിക്കളയും ചിലപ്പോ അവള്. എന്റെ മനസ്സ് മാറ്റാൻ ശക്തിയുള്ള പെണ്ണോ? എങ്കിൽ പിന്നെ അവളെ എനിക്കൊന്ന് കാണണമല്ലോ, കണ്ടേ പറ്റൂ. നീ വിഷമിക്കാതടാ, നീ അവളെ കാണാനുള്ള ഏർപ്പാടൊന്ന് ചെയ്തതാ എന്ന് പറഞ്ഞു. ബാക്കി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അംബിക ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി അംബിക വന്നതോടെ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.